Good afternoon students. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ സബ്ജക്റ്റ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻസിന് ഗുഡ് ആഫ്റ്റർനൂൺ ഓക്കെ. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ ഒരു എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുക, പിന്നെ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ടുവേർഡ് സസ്റ്റൈനബിലിറ്റി എന്തൊക്കെയാണെന്ന് കാണാം. അതാണ് ഈ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് നമ്മളെ KTU സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജനറൽ ആയിട്ടുള്ള എൻവയോൺമെൻ്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ഒരു മനസ്സിലാക്കി തരാനും ഇതിനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ടെക്നോളജി എങ്ങനെ ഒരു എഞ്ചിനീയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാനുമാണ് ഈ സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് പഠിക്കണത്. അപ്പോൾ ഇല്ല, ഇതിന് ക്രെഡിറ്റ് ഇല്ല. ഈ സബ്ജക്റ്റ് ഫുൾ തിയറിയാണ്, ക്രെഡിറ്റ് ഇല്ലാത്ത സബ്ജക്റ്റാണ്. പക്ഷെ പാസ്സാവണം, പാസ് മാർക്ക് വേണം. പിന്നെ ഗ്രേഡിങ് എന്തായാലും ഉണ്ടാവും, SA അങ്ങനെ റിപ്പോർട്ടിൽ ഗ്രേഡിങ് ഉണ്ടാവും, പക്ഷേ ക്രെഡിറ്റ് ഇല്ല. ഇതൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇന്ന് പഠിപ്പിക്കാൻ പോണേ. ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ ഇൻട്രൊഡക്ഷന്, പിന്നെ കൺസെപ്റ്റ്, എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ്, ലൈഫ് സ്കില്ല് പോലെയാണ്, പക്ഷെ ഗ്രേഡ് ഉണ്ടാവാറുണ്ട്. എല്ലാ ബ്രാഞ്ചിനുമുള്ള സബ്ജക്റ്റാണ് ആദി. യെസ്, കോളേജുകാർ നടത്തുന്ന എക്സാം ആണോന്നോ? എല്ലാ കോളേജുകാർ നടത്തുന്നതല്ല, ലൈഫ് സ്കില്ല് പോലെ തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മൊഡ്യൂൾ 1 സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ ഇൻട്രൊഡക്ഷന്, പിന്നെ കൺസെപ്റ്റ്, എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ്, എന്തൊക്കെയാണ് സസ്റ്റൈനബിലിറ്റിയുള്ള ഇൻട്രൊഡക്ഷനും അതിൻ്റെ കൺസെപ്റ്റും, പിന്നെ സോഷ്യൽ, എൻവയോൺമെൻ്റൽ ആൻഡ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പിന്നെ നെക്സസ് ബിറ്റ്വീൻ ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പിന്നെ മില്ലേനിയൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ 1 നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്. പാസ് മാർക്ക് സാധാരണ പാസ് മാർക്ക് പോലെ തന്നെയാണ്, 40 മാർക്കായിരിക്കും. പിന്നെ ഇൻറ്റേർണലും ഉണ്ടാവും, ആ ഇൻറ്റേർണൽ മാർക്കും കൂടി കൂട്ടും. സാധാരണ ഒരു സബ്ജക്റ്റ് പോലെ തന്നെയാണ്, പക്ഷെ ക്രെഡിറ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം എന്താണ് സസ്റ്റൈനബിലിറ്റി എന്ന് നോക്കാം. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് അവർ പ്രസൻറ്റ് നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ നീഡ്സ് ഓഫ് അവർ ഫ്യൂച്ചർ ജനറേഷൻ. അതായത് നമ്മൾ ആവശ്യത്തിലുള്ള നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക വിത്തൗട്ട് കോംപ്രമൈസിങ്, ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ, അതായത് നാച്ചുറൽ റിസോഴ്സൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളിപ്പോഴത്തെ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക, അതേപോലെ ഫ്യൂച്ചർ ജനറേഷനും അതേപോലെ വെക്കുക. അതാണ് സസ്റ്റൈനബിലിറ്റി. നോട്ട്സ് ക്ലാസ് കഴിഞ്ഞിട്ട് ഈ നോട്ട്സ് അയച്ചു തരുന്നതാണ് അർച്ചന. സീരീസ് എക്സാം 2 ആൻഡ് സീരീസ്, അതോ സീരീസ് എക്സാം ചിലപ്പോൾ ഓരോ ഓരോ എന്താ പറയുക കോളേജസ് നടത്തുന്ന പോലെയായിരിക്കും. ചിലപ്പോൾ 1 നടത്തുള്ളൂ, ചിലപ്പോൾ 2 നടത്തും. പക്ഷെ മാർക്ക് ടോട്ടൽ മാർക്ക് 150 തന്നെ ആയിരിക്കും. ഓക്കെ. ഇന്ന് ക്ലാസ് 1 hour ആണ്, റെക്കോർഡ് ക്ലാസ്സായി കാണാൻ പറ്റും ഈ ക്ലാസ്. ഓക്കെ. അപ്പോൾ എന്താണ് സസ്റ്റൈനബിലിറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. Sustainability is the ability to achieve continuing economic prosperity while protecting the natural system of the planet and providing a high quality of life for its people. അതായത് സസ്റ്റൈനബിലിറ്റി പറഞ്ഞാൽ നമ്മൾ എക്കണോമിക് പ്രോസ്പെരിറ്റി കൂട്ടുകയും വേണം, അതേപോലെ പീപ്പിളിൻ്റെ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യണം, അതേപോലെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഇത് മാറ്റിവെക്കുകയും ചെയ്യണം. നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ഇപ്പോഴത്തെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് എക്കണോമിക് പ്രോസ്പെരിറ്റി കൊണ്ടുവരാൻ. ഓക്കെ. Then sustainability can be defined as the practice of reserving sources for future generation without any harm to the nature and other components of it. അപ്പോൾ ഇപ്പോൾ ഉള്ള നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്യാതെ പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നിലനിർത്തുക. അതാണ് സസ്റ്റൈനബിലിറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻ. മനസ്സിലായോ എല്ലാവർക്കും? സസ്റ്റൈനബിലിറ്റി എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അത് മനസ്സിലായില്ലേ? റിപ്ലൈ. ഓക്കെ. അപ്പോൾ ഈ സസ്റ്റൈനബിൾ, ഓക്കെ, ആരാ നസ്രീൻ ഒന്നുകൂടി പറയണോ? ഓക്കെ.
അപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസന്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക, എന്ത് നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യാം, ഒക്കെ പ്രസന്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. പക്ഷേ ഈ നാച്ചുറൽ റിസോഴ്സും മറ്റ് സാധനങ്ങളും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കും, അതായത് ഡിഗ്രഡേഷൻ സംഭവിക്കാത്ത രീതിയിലായിരിക്കും ഇപ്പോഴത്തെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതേപോലെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി മാറ്റി വെക്കുക. എല്ലാം ഇന്ന് തീരുന്ന രീതിയിൽ നമ്മളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതിനാണ് സസ്റ്റൈനബിലിറ്റി. ഈ ഒരു മെത്തേഡിനാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. So the term sustainability is used for many different areas such as sustainable design. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ഡിഫറെൻറ്റ് ഏരിയാസിൽ നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് സസ്റ്റൈനബിൾ ഡിസൈൻ. സസ്റ്റൈനബിൾ ഡിസൈൻ എന്തായിരിക്കും? അപ്പം നമ്മൾ ഓരോ ഡിസൈനും എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും പൊല്യൂഷനോ അങ്ങനത്തെ രീതിയിലോ ഒന്നുമില്ലാതെ അത് മിനിമൈസ് ചെയ്ത രീതിയിൽ ഓരോന്ന് കൺസ്ട്രക്ഷനും ഇതൊക്കെ നടത്തുന്നതാണ് സസ്റ്റൈനബിൾ ഡിസൈൻ. എല്ലാ ഡിസൈനും എൻവയോൺമെൻറ്റിൽ ഒരു വേഴ്സ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം നമ്മളെല്ലാം കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, എല്ലാ ബിൽഡിങ്സും മറ്റും. അതാണ് സസ്റ്റൈനബിൾ ഡിസൈൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും ഇതേപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷനും നാച്ചുറൽ റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ചെയ്യണം. അതായത് എല്ലാ നാച്ചുറൽ റിസോഴ്സും യൂസ് ചെയ്തിട്ടായിരിക്കരുത് ഓരോ ഡെവലപ്മെൻറ്റും. അബുദ ഈ സബ്ജക്റ്റിന് ക്രെഡിറ്റ് ഇല്ല. ഓക്കെ. പിന്നെ സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവിങ് കണ്ടീഷൻസ് സസ്റ്റൈനബിൾ ആയിരിക്കണം. അതായത് ഓവർ പൊല്യൂഷനോ കാർബൺ ഡയോക്സൈഡോ എമിറ്റ് ചെയ്ത രീതിയിൽ ആയിരിക്കരുത് നമ്മൾ ലിവിങ് കണ്ടീഷൻസ്. പിന്നെ സസ്റ്റൈനബിൾ എനർജി പറഞ്ഞാൽ നാച്ചുറൽ ഈ സോളാർ എനർജി, വിൻഡ് എനർജി ഇതൊക്കെയാണ് സസ്റ്റൈനബിൾ എനർജി. നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് സസ്റ്റൈനബിൾ എനർജി. അപ്പോൾ പിന്നുള്ളത് അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗിൽ എന്തൊക്കെ പ്രാധാന്യം എന്ന് നോക്കാം. So sustainable engineering strive to maintain sustainable principles in engineering activities such as. അപ്പോൾ sustainable engineering എന്ന് വെച്ചാൽ using methods that minimize environmental damage to provide sufficient food, water, shelter and mobility for a growing world population. അപ്പോൾ മിനിമം എൻവയോൺമെൻറ്റൽ ഡാമേജ് യൂസ് ചെയ്തിട്ടാണ് ഫുഡ്, പിന്നെ വാട്ടർ, ഷെൽട്ടർ ആൻഡ് എല്ലാ ട്രാൻസ്പോർട്ടേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മിനിമം ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് വളരെ മിനിമൈസ് ചെയ്തിട്ടായിരിക്കണം. പിന്നെ ഇൻകോർപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ കൺസ്ട്രെയിൻസ് ആസ് വെൽ ആസ് എക്കണോമിക് കൺസിഡറേഷൻ ഇൻ ടു എഞ്ചിനീയറിംഗ് ഡിസിഷൻസ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റലിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ സോഷ്യലി നമുക്ക് ആവശ്യമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ എഞ്ചിനീയറിംഗ് ഡിസൈൻസും ചെയ്യേണ്ടത്. അതായത് മനുഷ്യന്മാർക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആൻഡ് ഹാപ്പി ലിവിങ് കണ്ടീഷൻ കൊടുക്കാൻ പറ്റണം. അതേപോലെ എൻവയോൺമെൻറ്റ് നമ്മൾ ലീസ്റ്റ് ഇമ്പാക്റ്റ് ആയിരിക്കണം. നമ്മൾ ഈ ഓരോ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മളിത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എൻജിനീയർ ഷുഡ് ക്രിയേറ്റ് തിങ്സ്. അതായത് എൻവയോൺമെൻറ്റിലും സോഷ്യലും ഹാർമണി എപ്പോഴും ഉണ്ടായിരിക്കണം. So sustainable engineering is the process of using energy and resources at a rate that does not compromise the natural environment or the ability of future generations to meet their own needs. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിസോഴ്സസും നാച്ചുറൽ റിസോഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യണം എൻവയോൺമെൻറ്റിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ. പിന്നെ ഫ്യൂച്ചർ ജനറേഷന് അത് യൂസ് ചെയ്യാനും പറ്റണം. അതായത് ഫുള്ള് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് എന്തിനാണ് സസ്റ്റൈനബിലിറ്റി ആവശ്യം? വൈ ഡു വി നീഡ് സസ്റ്റൈനബിലിറ്റി? Environmental sustainability provide huge benefit for human health and that of all other species. അപ്പോൾ എൻവയോൺമെൻറ്റ് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ട് യൂസ് ചെയ്താൽ മെയിൻലി ഹ്യൂമൻ ഹെൽത്തിനെ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ വേൾഡിലുള്ള എല്ലാ സ്പീഷ്യസിനും മെയിൻറ്റെയിൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഹ്യൂമൻ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ്, കാർബൺ ഡയോക്സൈഡ് ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഹ്യൂമൻ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിന് നല്ല ബെറ്റർ ആയിരിക്കും. അതുപോലെ ബാക്കിയുള്ള എല്ലാ ആനിമൽസ്, പ്ലാന്റ്സ് ഒക്കെ ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യാനും ഈസി ആയിരിക്കും. പിന്നെ സസ്റ്റൈനബിലിറ്റി ക്യാൻ ഇൻക്രീസ് ലൈഫ് എക്സ്പെക്റ്റൻസി ബൈ പ്രൊവൈഡിങ് ഹെൽത്തിയർ ലിവിങ് കണ്ടീഷൻസ് ആൻഡ് ബെറ്റർ ഹെൽത്ത് കെയർ. അതായത് ഒരു ഹ്യൂമൻസിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സസ്റ്റൈനബിലിറ്റി ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഹെൽത്തിയർ ലിവിങ് കണ്ടീഷൻസിനും ബെറ്റർ ഹെൽത്ത് കെയറിനൊക്കെ സസ്റ്റൈനബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻകറേജസ് മോർ റെസ്പോൺസിബിൾ മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ കവറിങ് ഇൻഡസ്ട്രിയൽ സൈഡ് ഓഫ് വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയും സസ്റ്റൈനബിൾ ആയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ജനറേഷൻ കുറയ്ക്കാനും പൊല്യൂഷനൊക്കെ കുറയ്ക്കാനും, അതായത് വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് റീയൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മാനുഫാക്ചറിങ് ആയിരിക്കും ഒരു ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അവരെ മനസ്സിലുണ്ടെങ്കിൽ.
So it also encourages companies, industries and government to make decision based on long-term consequences rather than taking the easiest and cheapest option. അപ്പോൾ ഈ കമ്പനീസും ഇൻഡസ്ട്രീസും ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അങ്ങനെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ഡീഗ്രഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഈ സസ്റ്റൈനബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടോ എന്നുള്ളത്, അപ്പോൾ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോഴൊക്കെ ലോങ് ടേം കോൺസിക്വൻസ് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ഈ ഇൻഡസ്ട്രീസിനും കമ്പനീസിനെയും സഹായിക്കും ഈ സസ്റ്റൈനബിലിറ്റി മനസ്സിൽ അവരുടെ ഉണ്ടെങ്കിൽ. പിന്നെ ജനറലായിട്ട് ഇംപ്രൂവിങ് സോയിൽ, വാട്ടർ ആൻഡ് എയർ ക്വാളിറ്റി. ജനറലി വാട്ടർ ക്വാളിറ്റിയും എയർ ക്വാളിറ്റിയും പിന്നെ സോയിലിൻ്റെ ക്വാളിറ്റിയും ഈ സസ്റ്റൈനബിലിറ്റി കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. കൺസേർവിങ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ് ഫോർ വൈൽഡ് ലൈഫ്. അപ്പോൾ ഈ ഫോറസ്റ്റ് പോലുള്ള വൈൽഡ് ലൈഫിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് കൺസേർവ് ചെയ്യാനും സസ്റ്റൈനബിലിറ്റി സഹായിക്കും. കാരണം ഇവിടെ നമ്മൾ റിസോഴ്സ് ഒന്നും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വൈ ഡു വി നീഡ് സസ്റ്റൈനബിലിറ്റി എല്ലാവർക്കും മനസ്സിലായില്ലേ? നോട്ട് PDF തന്നിരിക്കും ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പം എവല്യൂഷൻ ഓഫ് ദിസ് കൺസെപ്റ്റ് അടുത്ത ടോപ്പിക്കാണ്. ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെ വന്നു, ആരുടെ മനസ്സിൽ വന്നു എന്നുള്ളതാണ്. സോ സെവറൽ വാർണിംഗ്സ് കൺസേണിങ് ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് എർത്ത്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഹാവ് ബീൻ റേസ്ഡ് ഇൻ റീസെൻറ്റ് ടൈം. അപ്പോൾ എർത്തിലുള്ള ഇൻസ്റ്റെബിലിറ്റി, എർത്തിലുള്ള പ്രശ്നങ്ങൾ റീസെൻറ്റ് ടൈംസിൽ നമ്മൾ കുറേ കണ്ടുവന്നു. ആ വീഡിയോ റെക്കോർഡഡ് ഉണ്ടാവും കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് അയക്കും. ഓക്കെ. In 1992, some of the world's senior scientists from 70 countries signed and sent an urgent warning. The environment is suffering critical stress. അപ്പോൾ ഈ 1992 some of the senior scientists ഒരു വാർണിംഗ് കൊടുത്തു. അത് എൻവയോൺമെൻറ്റിൽ നല്ല പ്രശ്നം വരാൻ പോകുന്നു, നല്ല ക്രിട്ടിക്കൽ സ്ട്രെസ്സിലാണ് ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഇരിക്കുന്നത്. കാരണം ഈ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും കൊണ്ട് തന്നെ ക്രിട്ടിക്കൽ സ്ട്രെസ്സിലാണെന്ന് മനസ്സിലാക്കി. സോ ടു ദ ഗവൺമെൻറ് ലീഡേഴ്സ് ഓഫ് ഓൾ നേഷൻ ആസ് പാർട്ട് ഓഫ് ദ UN കോൺഫറൻസ് ഓൺ എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ, ബ്രസീൽ. അപ്പോൾ ബ്രസീലിലായിരുന്നു ഈ യുണൈറ്റഡ് നേഷൻസ് ഒരു മീറ്റിംഗ് വെച്ചത് ഈ എൻവയോൺമെൻറ്റിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നോക്കാൻ. ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി. അങ്ങനെ ഇവിടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മീറ്റിംഗ് നടത്തിയപ്പോഴാണ് ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ള സംഭവം ഇനി കൊണ്ടുവരണമെന്ന് അവർക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഈ നാച്ചുറൽ റിസോഴ്സൊക്കെ ഡിപ്ലീറ്റ് ആയിട്ട് പോവും. പിന്നെ എൻവയോൺമെൻറ്റ് മൊത്തം പ്രശ്നങ്ങളായിട്ട് ഗ്ലോബൽ വാർമിംഗ് അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അവർ 1992 ഒരു യുണൈറ്റഡ് നേഷൻസ് ഒരു കോൺഫറൻസ് നടത്തിയത്. അന്നാണ് അപ്പം അവർ ഈ സസ്റ്റൈനബിലിറ്റി എന്ന ടോപ്പിക്ക് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ഈസ് ബേസ്ഡ് ഓൺ സിമ്പിൾ പ്രിൻസിപ്പിൾ. അതായത് എവറിത്തിങ് ദാറ്റ് വി നീഡ് ഫോർ അവർ സർവൈവൽ ആൻഡ് വെൽ ബീയിങ്സ് ഡിപ്പെൻഡ്സ് ഏതർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൺ അവർ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ സർവൈവലിനും വെൽ ബീയിങ്ങിനും ഉള്ളതൊക്കെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ എൻവയോൺമെൻറ്റിൽ ഡിപ്പെൻഡ് ആണ്. എല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്ന എയർ വരെ ബ്രീത്ത് ചെയ്യുന്നത് എൻവയോൺമെൻറ്റിൽ നിന്നാണ്. പിന്നെ വാട്ടർ എല്ലാം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എല്ലാം നമ്മൾ എൻവയോൺമെൻറ്റിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സസ്റ്റൈനബിലിറ്റി ക്രിയേറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ദ കണ്ടീഷൻ അണ്ടർ വിച്ച് ഹ്യൂമൻസ് ആൻഡ് നേച്ചർ ക്യാൻ എക്സിസ്റ്റ് ഇൻ പ്രൊഡക്റ്റീവ് ഹാർമണി. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഹ്യൂമണും നാച്ചറും ഒരു നല്ല ഹാർമണിയിൽ, പ്രൊഡക്റ്റീവ് ഹാർമണി, രണ്ടുപേർക്കും ഉപകാരമുള്ള രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ ഹാർമണിയിൽ നിൽക്കാനാണ് ഈ സസ്റ്റൈനബിലിറ്റി ഹെൽപ്പ് ചെയ്യണത്. that permits fulfilling the requirements of present and future generation. ഈ ജനറേഷനിലും അതായത് ഇനി വരാൻ പോകുന്ന ജനറേഷനിലും അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നാച്ചറും ഹ്യൂമൻസും നല്ല രീതിയിൽ ഹാർമണിയിൽ നിൽക്കുക എന്നുള്ളത്. അതായത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എല്ലാ സാധനങ്ങളും. Sustainability is important to make sure that we have and will continue to have the water, materials and resources to protect human health and our environment. അപ്പോൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിലും നമുക്ക് ഈ വാട്ടറും റിസോഴ്സും ഒക്കെ അവൈലബിൾ ആണെന്നുള്ളതും ഈ സസ്റ്റൈനബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അത് നിലനിർത്താൻ പറ്റും. ഇപ്പോഴുള്ള സാധനങ്ങൾ കുറച്ച് കഴിയുന്നവരെ നിലനിർത്താം ഫ്യൂച്ചർ ജനറേഷനും. അങ്ങനെയാണ് ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഇവോൾവ് ചെയ്തത്. The concept of sustainability becomes so important nowadays because of the irreparable damage caused to the environment by industrial civilization and consumerism which originated about 3 centuries ago. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താ? ഈ 3 സെഞ്ചുറി മുമ്പ് തന്നെ ഈ ഇൻഡസ്ട്രിയലൈസേഷനും കൺസ്യൂമറിസവും ഒക്കെ
ഈ എൻവയോൺമെന്റിൽ നല്ല ഡാമേജ് വരുത്തിയിട്ടുണ്ട്. അപ്പം ഇനിയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എൻവയോൺമെന്റിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. They were based on the following wrong assumptions. അപ്പോൾ പണ്ടുള്ളവരുടെ അസംഷൻസ് പറഞ്ഞാൽ the earth belongs to humans only. എർത്ത് ഹ്യൂമൻസിന് മാത്രമാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു പണ്ട് എല്ലാം ചെയ്തിരുന്നത്. പക്ഷേ എർത്തിൽ ഫുൾ പ്ലാന്റ്സ് ആനിമൽസ് എല്ലാം കോ എക്സിസ്റ്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന്റെ മാത്രമാണെന്നുള്ള രീതിയിൽ ഒരിക്കലും എർത്ത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ അവർ വിചാരിച്ചിരുന്നത് എർത്ത് ബിലോങ്സ് ടു ഹ്യൂമൻസ് ഓൺലി. And then they ignore the fact that humans are part of the earth's biosphere. അപ്പോൾ എർത്തിന്റെ ബയോസ്ഫിയറിന്റെ പാർട്ട് മാത്രമാണ് ഹ്യൂമൻ. പിന്നെ എർത്തിന്റെ ബയോസ്ഫിയറിൽ വേറെയുള്ള സ്പീഷീസും എല്ലാ ബയോഡൈവേഴ്സിറ്റി സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഹ്യൂമൻസിന്റെ മാത്രമാണെന്ന് അവർ വിചാരിച്ചു. And earth stocks of resources are infinite. അപ്പോൾ എർത്തിനുള്ള റിസോഴ്സ്, അതായത് ഫോസിൽ ഫ്യൂവൽ, നാച്ചുറൽ ഫ്യൂവൽ, മെറ്റൽസ്, ഇതൊക്കെ എർത്തിലുള്ള സാധനങ്ങളൊക്കെ ഇൻഫൈനൈറ്റ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ എല്ലാം നമുക്ക് ഓവർ യൂസ് ചെയ്താൽ എപ്പോഴും തീരാവുന്ന അത്ര ക്വാണ്ടിറ്റിയിൽ എർത്തിലുള്ളൂ. 3 ജനറേഷനിലായിട്ട് അവർ യൂസ് ചെയ്തത് ഒരു എല്ലാം അൺലിമിറ്റഡ് ആണെന്നുള്ള രീതിയിലാണ്. പക്ഷേ എല്ലാം ലിമിറ്റഡ് ആയിട്ട് എർത്ത് റിസോഴ്സസിലുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ഫ്യൂച്ചർ ജനറേഷനും കൂടി വേണം എന്നുള്ള രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യണം. ദ എൻവയോൺമെന്റ് ക്യാൻ ബെയർ എനി എമൗണ്ട് ഓഫ് ഡാമേജ് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റി. പിന്നെ അവർ വിചാരിച്ചത് ഏതൊരു എൻവയോൺമെന്റ് എല്ലാ ഡാമേജ് ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് വരുന്ന എല്ലാ ഡാമേജും എൻവയോൺമെന്റിന് ബെയർ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ അസംഷൻസ്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റിയും എവല്യൂഷനും എല്ലാവർക്കും മനസ്സിലായോ? സസ്റ്റൈനബിലിറ്റി എങ്ങനെ എവോൾവ് ആയി? ഓക്കെ ദെൻ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഓക്കെ ആദിത്യ. ദ അഡ്വാൻറ്റേജസ്, അപ്പോൾ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷനും കൺസ്യൂമറിസത്തിലും കൊണ്ട് ഒരു നേഷന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫ്ലറിഷ്ഡ് എക്കോണമി, അതായത് നമ്മൾ കൂടുതൽ ഇൻഡസ്ട്രീസും കൺസ്യൂമറിസും ഒക്കെ വരുമ്പോൾ ആ ഒരു എക്കോണമി നല്ല റൈസ് ആവാനും നല്ല ലിവിങ് കണ്ടീഷനും അത് ഹെൽപ്പ് ചെയ്യും. ഇംപ്രൂവ് ദ ലിവിങ് ക്വാളിറ്റി ഓഫ് ദ സൊസൈറ്റി, നല്ല ഹെൽത്ത് കെയർ, നല്ല എഡ്യൂക്കേഷൻ, എല്ലാം ലിവിങ് കണ്ടീഷൻ ഹ്യൂമൻസിൻ്റെ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഈ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷന് കൊണ്ട്. നല്ല എംപ്ലോയ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുക ഒക്കെ. പക്ഷെ അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അതായത് കോസ് ഇറിപ്പയറബിൾ ഡാമേജ് ടു ദ എൻവയോൺമെന്റ്. നല്ല ഈ ഇൻഡസ്ട്രിയലൈസേഷനും കൺസ്യൂമറിസം കൊണ്ട് തന്നെ നല്ല ഡാമേജ് എൻവയോൺമെന്റിന് വരുത്തും. പിന്നെ പോസ് എ ത്രെറ്റ് ടു ദ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഓഫ് ദ എർത്ത്. എർത്തിന്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആയത് പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാത്തിനും ഒരു ത്രെറ്റ് വരാനുള്ള ചാൻസും ഉണ്ട്. കാരണം ഇവരുടെ വേസ്റ്റ് ഡിസ്പോസൽ, പൊല്യൂഷൻ കൺട്രോൾ, അങ്ങനത്തെ പൊല്യൂഷൻ എമിറ്റ് ചെയ്യുക, ഇതൊക്കെ പ്രശ്നം കൊണ്ട് പ്ലാന്റ്സും ആനിമൽസിനും ഒക്കെ നല്ല സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റിക്ക് മെയിൻ ആയിട്ട് 3 പില്ലേഴ്സ് ആണുള്ളത്. അതിൻ്റെ 3 പില്ലേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, പിന്നെ സൊസൈറ്റി സസ്റ്റൈനബിലിറ്റി, പിന്നെ എക്കോണമി സസ്റ്റൈനബിലിറ്റി. സൊസൈറ്റി പറഞ്ഞാൽ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, പിന്നെ എക്കോണമിയിൽ എങ്ങനെ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഓരോ പില്ലേഴ്സും ഏതൊക്കെയാണെന്ന് ഡീപ്പായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇത് ഇപ്പോൾ ഈ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് എക്കോണമി സസ്റ്റൈനബിലിറ്റിക്ക് ഇന്റർ റിലേറ്റഡ് ആണ്. അതിൻ്റെ റിലേഷൻ ആദ്യം നോക്കാം. The environment give resources, raw materials to the economy for production activities. അപ്പോൾ ഈ എൻവയോൺമെന്റിലാണ് ഈ റിസോഴ്സസും റോ മെറ്റീരിയൽസും എക്കോണമിക്ക് കിട്ടുക. പിന്നെ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് എക്കോണമിക്ക് കിട്ടുക ഈ എൻവയോൺമെന്റ് ആണ്. ആൻഡ് ദ എക്കോണമി ക്രിയേറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സെൽസ് ദം ടു സൊസൈറ്റി ഫോർ യൂസ്. പിന്നെ ഈ എക്കോണമി ആ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കും. പിന്നെ അത് ഈ ഹ്യൂമൻസിന് അത് സെല് ചെയ്യും. Production by economy, consumption by society leads the following environmental impact. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ എൻവയോൺമെന്റിൽ കുറേ ഇമ്പാക്റ്റ് ഉണ്ടാവാം. ഈ പ്രൊഡക്ഷൻ ഓഫ് മെറ്റീരിയൽസ് കൊണ്ട് തന്നെ എൻവയോൺമെന്റിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫസ്റ്റ്, എക്സോഷൻ ഓഫ് റിസോഴ്സസ്, വാട്ടർ, പെട്രോളിയം, ഫോറസ്റ്റ്. അപ്പം ഈ വാട്ടർ റിസോഴ്സസ് കുറയും എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട്. പിന്നെ പെട്രോളിയം യൂസ് ഓഫ് കുറേ ഓവർ യൂസ് ഓഫ് പെട്രോളിയം കൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള പെട്രോളിയത്തിൻ്റെ എമൗണ്ട് കുറയും. പിന്നെ ഫോറസ്റ്റ് ഒക്കെ ഡിഗ്രഡേഷൻ സംഭവിച്ച് നശിക്കും. അതുപോലെ ആനിമൽസും ഹ്യൂമൻസിനും അത് നല്ലോണം ബാധിക്കും. ദെൻ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പം നമ്മൾ എർത്ത് എന്ന് പറയും. ഓക്കെ വിനയ്, ഓക്കെ പറഞ്ഞുതരാം. ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ
ആൻഡ് കൺസ്യൂമറിസം മീനിങ്. കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ആവശ്യത്തിൽ കൂടുതൽ വാങ്ങൂലേ, അതിനാണ് കൺസ്യൂമറിസം. നമുക്കിപ്പോൾ ഒരു ഷൂ ആണ് ആവശ്യമുണ്ടെങ്കിൽ കൺസ്യൂമറിസം എന്നുള്ള കാര്യം കൊണ്ട് തന്നെ നമുക്ക് കുറേ ഷൂസ് വേണമെന്നൊക്കെ തോന്നും. അതാണ് കൺസ്യൂമറിസം. ഹ്യൂമൻസിൻ്റെ ഒരു നേച്ചറാണ് ഒന്നിൽ കൂടുതൽ, ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങൽ. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ അത് എൻവയോൺമെന്റിൽ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഓക്കെ. പിന്നെ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻഡസ്ട്രീസ് വരും. ഓരോ സാധനങ്ങളും പ്രൊഡക്ഷന് വേണ്ടി ഓരോ ഇൻഡസ്ട്രീസ് കൂടിയില്ലേ ഒരു ഏരിയയിൽ. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ എത്രയോ ഇൻഡസ്ട്രീസ് കൂടി. അതാണ് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ. ഓക്കെ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ബൈ എക്കോണമി, കൺസപ്ഷൻ ബൈ സൊസൈറ്റി ലീഡ്സ് ടു ദ ഫോളോയിങ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ്. അപ്പോൾ ഈ പ്രൊഡക്ഷന് കൊണ്ട് ഈ എൻവയോൺമെന്റിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്ഹോഷൻ ഓഫ് റിസോഴ്സസ്. അതായത് വാട്ടർ, പെട്രോളിയം, ഫോറസ്റ്റ് ഇതിനൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ ഈ റിസോഴ്സസ് കുറഞ്ഞ് പിന്നെ ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടാവാത്ത രീതിയിൽ വരും. അതാണ് എക്സ്ഹോഷൻ ഓഫ് റിസോഴ്സസ്. പിന്നെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, extension of animal or plant species due to water, soil, air pollution. Loss of biodiversity എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തിൽ ഹ്യൂമൻസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, വേരിയസ് സ്പീഷീസ് ഉള്ളതാണ്. ഇതിനൊക്കെ ലോസ് സംഭവിക്കും. കാരണം എന്താ, ഈ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, പിന്നെ സോയിൽ പൊല്യൂഷൻ, ഇതിലൊക്കെയാണ് ഓരോ ആനിമൽസും സ്പീഷീസും ജീവിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ പൊല്യൂട്ട് ആകുമ്പോഴും ഓരോ ജീവജാലങ്ങളും അതിന് മരിക്കുകയും അത് എൻഡേഞ്ചേർഡ് ആവുകയും പിന്നെ അത് എക്സ്റ്റിൻഡ് ആവുകയും ചെയ്യും. അങ്ങനെ എർത്തിൻ്റെ മൊത്തത്തിലുള്ള ബയോഡൈവേഴ്സിറ്റിനെ നശിപ്പിക്കും ഈ ഒരു കാരണം കൊണ്ട്. ദെൻ ഡീഫോറസ്റ്റേഷൻ, കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ടു ഫാംസ്, അർബൻ യൂസ് എക്സെട്ര. അപ്പോൾ ഈ ഫോറസ്റ്റ് ഉള്ള ലാൻഡിനെ ഫാംസ് ആക്കിയിട്ടും പിന്നെ അർബനൈസേഷൻ കൊണ്ട് തന്നെ ആ ഫോറസ്റ്റ് നിരത്തി ഓരോ ബിൽഡിങ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടും ഫോറസ്റ്റ് നശിക്കും. അതേപോലെ തന്നെ ഡീഫോറസ്റ്റേഷൻ, അതായത് പ്ലാന്റ്സിനെല്ലാം ഡീഫോറസ്റ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഓസോൺ ഡിപ്ലീഷൻ, റിഡക്ഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഡ്യൂ ടു ദ എമിഷൻ ഓഫ് ക്ലോറോഫ്ലൂറോകാർബൺസ്. Chlorofluorocarbons emitted from the industries rises to the stratosphere. അപ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്റ്റ് ചെയ്തത് ഒരു ഓസോൺ ലെയർ എന്ന് പറഞ്ഞ ഒരു ലെയറിലായിരിക്കും. ഇപ്പോൾ ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലെയർ ഇല്ലെങ്കിൽ ഈ ലെയറിൽ ഹോൾ വന്നു എന്നാണ് ഇപ്പം പറയപ്പെടുന്നത്. ഈ ഹോള് വരുന്നതോറും ഈ സൺലൈറ്റിൻ്റെ ഈ UV റേസ് ഈ എർത്തിലേക്ക് വരുന്നത് കൂടും. അങ്ങനെ വരുന്നതോടെ നമ്മൾ ഹ്യൂമൻസിന് കുറേ ക്യാൻസർ പോലത്തെ ഉള്ള രോഗങ്ങൾ, അതേ പ്രശ്നങ്ങൾ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അങ്ങനെ കുറേ ഹ്യൂമൻസിനും നേച്ചർക്കും നല്ല പ്രോബ്ലംസ് വരും. അപ്പോൾ ഈ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ആവും. എങ്ങനെ, ഈ നാച്ചുറൽ റിസോഴ്സ് എടുത്തെടുത്ത് നമ്മളെ ഓസോൺ ലെയറിനെ ഇത് ബാധിക്കാൻ തുടങ്ങും. അതാണ് ഓസോൺ ഡിപ്ലീഷൻ. റിഡക്ഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ദ എമിഷൻ ഓഫ് ക്ലോറോഫ്ലൂറോകാർബൺ. അപ്പോൾ ക്ലോറോഫ്ലൂറോകാർബൺ പറഞ്ഞാൽ ക്ലോറിൻ, ഫ്ലൂറിൻ, കാർബൺ എന്നുള്ള ആറ്റംസ് വെച്ചിട്ട് ഉണ്ടാവുന്ന ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ ദിസ് ക്ലോറോഫ്ലൂറോകാർബൺ എമിറ്റ് ആവുന്നത് ഇൻഡസ്ട്രീസ് നിന്നാണ്. ഇൻഡസ്ട്രീസ്, അതേപോലെ റെഫ്രിജറേറ്റേഴ്സ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ക്ലോറോഫ്ലൂറോകാർബൺ വരിക. അപ്പോൾ ഈ ക്ലോറോഫ്ലൂറോകാർബൺ കൂടുമ്പോൾ ഈ ഓസോണിൽ ഡിപ്ലീഷൻ, ഓസോൺ ലെയറിൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഓസോൺ ഡിപ്ലീഷൻ. ആൻഡ് ആസിഡ് ഡെപ്പോസിഷൻ, ഈ ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡും ഓരോരുത്തരും ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന ആസിഡും കാരണം ആസിഡ് റെയിൻ വരാനും ആസിഡ് ഫോഗ് വരാനും ആസിഡ് മിസ്റ്റ് വരാനും ചാൻസ് കൂടുതലാണ്. പിന്നെ ഡെസേർട്ടിഫിക്കേഷൻ, a type of land degradation in which a land region becomes dry, typically losing its water bodies, vegetation and wildlife. ഡെസേർട്ടിഫിക്കേഷൻ പറഞ്ഞ ഒരു ലാൻഡ് ഡിഗ്രഡേഷൻ ആണ്. ഓവറായിട്ട് നമ്മൾ അവിടെ നിന്ന് റിസോഴ്സ് എടുക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ലാൻഡ് റീജിയൻ മൊത്തത്തിൽ ഡ്രൈ ആവാനും പിന്നെ വാട്ടർ ബോഡീസ്, വെജിറ്റേഷൻ, അവിടെയുള്ള വൈൽഡ് ലൈഫ് അങ്ങനെയൊക്കെ ഡ്രൈ ആയിട്ട് പിന്നെ അവിടേക്ക് ആരും വരാതാവും, വൈൽഡ് ലൈഫ് ഒന്നും ഇല്ലാതാവും. അതിനാണ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയാം. അതിനുള്ള വാട്ടർ ബോഡീസ് ഒക്കെ പോകും. പിന്നെ ആ ലാൻഡ് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. ദെൻ അടുത്ത് വരുന്നതാണ് യൂട്രോഫിക്കേഷൻ.
a form of water pollution that occurs when excessive fertilizers run into lakes and rivers. This encourages the overgrowth of algae and other aquatic plants. അപ്പോൾ യൂട്രോഫിക്കേഷൻ പറഞ്ഞ ഒരു ഫോം ഓഫ് വാട്ടർ പൊല്യൂഷൻ ആണ്. പിന്നെ എക്സസീവ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വരുന്ന ലേക്കിൽ വരുന്ന പ്രശ്നമാണ് യൂട്രോഫിക്കേഷൻ. അപ്പോൾ ഇത് വരുമ്പോൾ കൂടുതൽ ആൽഗെ ഗ്രോത്ത് ചെയ്യും. പിന്നെ അവിടുത്തെ വാട്ടർ ബോഡീസിലുള്ള ഫിഷസിനും ഇതിനൊന്നും സർവൈവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ വരുന്നതാണ് ഗ്ലോബൽ വാർമിംഗ്. എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് ഓഷ്യൻസ് കോസ്ഡ് ബൈ ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയ കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്സ് ഇതൊക്കെ ഫെർട്ടിലൈസേഴ്സിലും ഒക്കെ ഉള്ള ഗ്യാസസ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ നമ്മളെ ഗ്ലോബലി അതായത് എർത്തിലുള്ള അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇറ്റ്സ് ഓഷ്യൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു നമ്മളെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, എൻവയോൺമെൻറ്റിന് വരുന്ന പ്രശ്നങ്ങളാണ് ഈ എക്സോഷൻ ഓഫ് റിസോഴ്സസ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഡീഫോറസ്റ്റേഷൻ, ഓസോൺ ഡിപ്ലീഷൻ, ആസിഡ് ഡെപ്പോസിഷനും, ഡെസേർട്ടിഫിക്കേഷൻ, യൂട്രോഫിക്കേഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ കൊണ്ട് നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കോസ്ഡ് ബൈ ദ എക്കോണമി ഓൺ പ്രൊഡക്ഷൻ ആൻഡ് സൊസൈറ്റി ഓൺ കൺസംഷൻ ലീഡ്സ് ടു ദ ഫോളോയിങ് ഡാമേജസ് ടു ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഡയറക്റ്റ്ലി നമ്മളെ ഹ്യൂമൻ ലൈഫിനെയാണ് പ്രശ്നം വരുത്തുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഹ്യൂമൻ ലൈഫിന് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കൊണ്ട്? ഫസ്റ്റ് വൺ ഫ്രഷ് വാട്ടർ സ്കാർസിറ്റി, അതായത് നല്ല വെള്ളം കിട്ടാനുള്ള പ്രശ്നം ഉണ്ടാവും. ഡ്രിങ്കിങ് വാട്ടർ, എല്ലാ വാട്ടറും പൊല്യൂട്ടഡ് ആണെങ്കിൽ നമുക്ക് നല്ല ഡ്രിങ്കിങ് വാട്ടർ ഒന്നും കിട്ടില്ല. ഫ്രഷ് വാട്ടറിന് നല്ല സ്കാർസ് ആയിരിക്കും. പിന്നെ ക്ലൈമറ്റിക് ചേഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ക്ലൈമറ്റ് ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റിക് ചേഞ്ച് അനുഭവപ്പെടും. ദെൻ എക്സ്പോഷർ ടു ടോക്സിൻസ് ഇൻ ഫുഡ്, എയർ, വാട്ടർ ആൻഡ് സോയിൽ. അപ്പം നല്ല ഫുഡിലും എയറിലും വാട്ടറിലും സോയിലും ഒക്കെ നല്ല ടോക്സിൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ എമേർജിങ് ഡിസീസസ്, അപ്പോൾ ഈ വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും കൊണ്ട് തന്നെ നല്ല ഡിസീസസ് പകരാനുള്ള ചാൻസസ് ഉണ്ട്. ഫുഡ് ഇൻസെക്യൂരിറ്റി റിസൾട്ടിങ് ഇൻ പോവർട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞു നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ്, അതായത് ഡെസേർട്ടിഫിക്കേഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ഉണ്ടാവില്ല. അതേപോലെ അപ്പോൾ ലാൻഡിൽ നല്ല വെജിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഫുഡ് നല്ല അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെ പോവർട്ടിയും ഇൻക്രീസ് ആവും. ദെൻ എനർജി സ്കാർസിറ്റി ഡ്യൂ ടു ഡിപ്ലീഷൻ ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അപ്പോൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുള്ള എനർജി നമുക്ക് കിട്ടൂല, കാരണം നാച്ചുറൽ റിസോഴ്സസ് ഡിപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. ദെൻ എക്കോസിസ്റ്റം ഡാമേജ് ആൻഡ് ഹാബിറ്റാറ്റ് ലോസ് ഡ്യൂ ടു പൊല്യൂട്ടൻ ഡിസ്ചാർജസ്. അപ്പോൾ മൊത്തത്തിലുള്ള എർത്തിലുള്ള എക്കോസിസ്റ്റം ഡാമേജ് ആവും. പിന്നെ ഹാബിറ്റാറ്റ്, അതായത് പ്ലാന്റ്സ് ആനിമൽസ് ഒക്കെ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ സീ ലെവൽ റൈസ്, നമ്മൾ ജനറൽ ആയിട്ടുള്ള സീ ലെവലിൽ നിന്ന് കുറച്ചും കൂടി കൂടും. അതാണ് നമ്മളെ ഹ്യൂമൻസിന് വരുന്ന ഇമ്പാക്റ്റ്. ഈ നാച്ചുറൽ റിസോഴ്സസ് ഡിപ്ലീറ്റ് ആകുമ്പോൾ ഹ്യൂമൻസിന് വരുന്ന ഇമ്പാക്റ്റ്. അപ്പോൾ the need of sustainability is to reduce these damages and create livable planet earth for future generation. അപ്പോൾ നമ്മൾ സസ്റ്റൈനബിലിറ്റി ഇല്ലെങ്കിലുള്ള ഡാമേജസ് എന്തൊക്കെയോ കണ്ടു. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റിൻ്റെ നീഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഡാമേജസ് ഒക്കെ കുറയ്ക്കാനും പിന്നെ ലിവബിൾ പ്ലാനറ്റ് എർത്തിൽ നമുക്ക് ലിവിങ് കണ്ടീഷന് ബെറ്റർ ആക്കാനുമാണ് ഈ സസ്റ്റൈനബിലിറ്റി ഹെൽപ്പ് ചെയ്യുന്നത്. So for this, United Nations presented the following key sustainability concepts. അപ്പോൾ യുണൈറ്റഡ് നേഷന് ഒരു കീ സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇന്റർജനറേഷണൽ ഇക്വിറ്റി accepts the present generation to hand over a safe, healthy and resourceful environment to the future generation. അപ്പോൾ ഇന്റർജനറേഷണൽ ഇക്വിറ്റി പറഞ്ഞാൽ അപ്പോൾ ഈ പ്രസന്റ് ജനറേഷനിൽ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതായത് ഒരു ഡിപ്ലീഷൻ സംഭവിക്കാത്ത രീതിയിലായിരിക്കും ഓക്കെ നസ്രീൻ. അപ്പം ഇന്റർജനറേഷണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ജനറേഷന് ഫ്യൂച്ചർ ജനറേഷന് നമ്മൾ സേഫായിട്ട് നമ്മളെ എൻവയോൺമെൻറ്റ് ഹാൻഡ് ഓവർ ചെയ്യണം. ഒരു നശിപ്പിക്കാത്ത രീതിയിലായിരിക്കണം ഈ റിസോഴ്സസ് ഒക്കെ ഫ്യൂച്ചർ ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് ഇന്റർജനറേഷണൽ, അത് ജനറേഷന് തമ്മിലുള്ള ഒരു ഇക്വിറ്റി. എല്ലാവർക്കും ഒരേപോലെ ആവണം ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത്.
എല്ലാ ജനറേഷനും ഒരേപോലെ ഈ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. Then intra-generational equity. Emphasize the technological development should support the economic growth of poorer section so as to reduce the gap between nations. ഇൻട്രാ ജനറേഷണൽ ഇക്വിറ്റി പറഞ്ഞാൽ ഈ ഒരു ജനറേഷനിൽ തന്നെ ഈ റിച്ചും പുവറും ഉള്ള ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റണം. അതായത് ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും റിസോഴ്സസും ഒക്കെ റിച്ചിനും അതേപോലെ പുവർ പീപ്പിളിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. എല്ലാവർക്കും ഒരേപോലെ, അതായത് റിച്ചിന് കുറേ റിസോഴ്സസ് പുവറിന് കുറച്ച് റിസോഴ്സസ് എന്ന രീതിയിലാവരുത്. ഒരു ജനറേഷനിൽ തന്നെ ഇക്വിറ്റി നിലനിർത്തണം എന്നാണ്. ഈ ഒരു ജനറേഷനിൽ തന്നെ ഇക്വിറ്റി ഉണ്ടാവണം, ഒരേപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ നേഷൻസ് തമ്മിലുള്ള ഡെവലപ്ഡ് അൺഡെവലപ്ഡ് കൺട്രി എന്നുള്ള ഗ്യാപ്പ് ഇതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും ഒരേപോലെ ആണെങ്കിൽ. അപ്പോൾ സസ്റ്റൈനബിളിറ്റി ജനറലായിട്ട് മീൻ ചെയ്യുന്നത് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ എൻവയോൺമെൻറ്റും സൊസൈറ്റിയും എക്കോണമിയും തമ്മിലുള്ളൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ പറഞ്ഞു സൊസൈറ്റിയും എക്കോണമിയും സസ്റ്റൈനബിലിറ്റിൻ്റെ 3 പില്ലർ. ഇത് ക്ലിയർ അല്ലേ സ്ലൈഡ്? ഓക്കെ. സൊസൈറ്റിയും എക്കോണമിയും എൻവയോൺമെൻറ്റും ആണ് സസ്റ്റൈനബിലിറ്റിൻ്റെ 3 പില്ലേഴ്സ്. അതെല്ലാവരും ഇൻ്റർ റിലേറ്റഡ് ആണ്. എങ്ങനെ സൊസൈറ്റിയിൽ നമുക്ക് കാണാം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടീഷൻ കൂട്ടാം സസ്റ്റൈനബിൾ ആണെങ്കിൽ. പിന്നെ എഡ്യൂക്കേഷൻ, ബെറ്റർ എഡ്യൂക്കേഷൻ, അതേപോലെ ബെറ്റർ ജോബ്സ്. ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ സസ്റ്റൈനബിലിറ്റി നിലനിർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടീഷൻ കൂടും, അതേപോലെ എഡ്യൂക്കേഷൻ, ജോബ്സ്, പിന്നെ ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഒരേപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. പിന്നെ എക്കോണമിയിൽ മെയിനായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും, പ്രോഫിറ്റ്, കോസ്റ്റ് സേവിങ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഇവരെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് നിന്നാൽ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ എൻവയോൺമെൻറ്റിൽ നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യുക, പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യുക, ബയോഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. എൻവയോൺമെൻറ്റിലും എക്കോണമിയും തമ്മിൽ എനർജി എഫിഷ്യൻസി, റിന്യൂവബിൾ ഫ്യൂവൽ, സബ്സിഡീസ്, ഇൻസെൻറ്റീവ്സ്, ഗ്രീൻ ടെക്നോളജി, അതായത് എനർജി എഫിഷ്യൻസി ആയ രീതിയിൽ യൂസ് ചെയ്യുക, പിന്നെ റിന്യൂവബിൾ ഫ്യൂവൽസ് യൂസ് ചെയ്യുക, പിന്നെ ഗ്രീൻ ടെക്നോളജി, അതായത് എർത്തിന് ഹാം ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ പറഞ്ഞാൽ കൺസർവേഷൻ പോളിസീസ്, അതായത് ഈ നേച്ചർ കൺസേർവ് ചെയ്യാനുള്ള പോളിസീസ്, ഫോറസ്റ്റിൻ്റെ ചില ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ അല്ലേ, അതേപോലെ. ദെൻ എൻവയോൺമെൻറ്റൽ ജസ്റ്റിസ്, ഗ്ലോബൽ സ്റ്റീവാർഡ്ഷിപ്പ്, കെയർഫുൾ ആയ രീതിയിൽ നമ്മൾ എർത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് ഗ്ലോബൽ സ്റ്റീവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. ദെൻ പിന്നെ ഉള്ളത് സോഷ്യൽ എക്കണോമിക് ആസ്പെക്ട്സ്, ബിസിനസ് എത്തിക്സ്, ഫെയർ ട്രേഡ്, വർക്കേഴ്സ് ബെനിഫിറ്റ്. അങ്ങനെ ഇവർ 3 സൊസൈറ്റിയും എക്കണോമിയും എൻവയോൺമെൻറ്റിലും ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് നിന്നാൽ നമുക്ക് സസ്റ്റൈനബിലിറ്റിയിൽ വരുന്ന ബെനിഫിറ്റ് ആണ് ഇതിൽ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഓഫ് സൊസൈറ്റിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും, എഡ്യൂക്കേഷൻ കൂടും, ജോബ്സ് കൂടും, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൂടും. അങ്ങനെ എല്ലാ ബെനിഫിറ്റും ആണ് ഈ 3 ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിന്നാളുള്ളത്. ഓക്കെ. ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒന്നും കൂടി നോക്കാം. സോഷ്യൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി കൺസെപ്റ്റ്. ഇതിൻ്റെ സോഷ്യലും എൻവയോൺമെൻറ്റലും എക്കോണമിയും ഉള്ള സസ്റ്റൈനബിൾ കൺസെപ്റ്റ് എന്തൊക്കെയാണ് നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് sustainability is based on the basis that people and their communities are made up of social, economic and environmental systems that are in constant interaction and that must be kept in harmony. അപ്പം ഹ്യൂമൻസ് എല്ലാം സോഷ്യൽ, എക്കണോമി ആൻഡ് എൻവയോൺമെൻറ്റൽ സിസ്റ്റമായിട്ട് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ എക്കണോമിക് ഹാർമണി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി? A social sustainable society is one in which all members have equal rights, all share equitably in societal benefits and all participate equally in the decision making process.
അപ്പം ഈ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അതായത് റിച്ച് പൂർ എന്നുള്ള പ്രശ്നങ്ങളില്ല, അതായത് ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്, ദെൻ സൊസൈറ്റൽ ബെനിഫിറ്റ്സ് എല്ലാവർക്കും ഈക്വൽ ആണ്. ഇതാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ബേസിക് നെസസിറ്റീസ് are attainable by all people who have access to enough resources in order to keep their families and communities healthy and happy. അപ്പോൾ ഹ്യൂമൻസിനൊക്കെ ഈക്വലി ആയിട്ടാണ് ഈ റിസോഴ്സസ് അവൈലബിൾ ആയിട്ടിരിക്കേണ്ടത്. അതാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. അവരുടെ ഫാമിലീസിനും അവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും എല്ലാ മനുഷ്യർക്കും ഈക്വലി അവൈലബിൾ ആയിട്ടിരിക്കണം. അതേപോലെ ഓൾ മെമ്പേഴ്സ് ഷുഡ് ഹാവ് ഈക്വൽ റൈറ്റ്സ്, എല്ലാവർക്കും ഒരേ റൈറ്റും ഉണ്ടാവണം. പിന്നെ എല്ലാവർക്കും നല്ല ഡിസിഷൻ മേക്കിംഗ് പവറും ഒരേപോലെ ഉണ്ടാവണം. അതാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, സോ okay, there are 6 principles of sustainability that can help a community ensure that it is social, economic and environmental systems are well integrated. അപ്പോൾ മെയിൻ ആയിട്ട് 6 പ്രിൻസിപ്പിൾസ് ആണ് ഈ സസ്റ്റൈനബിലിറ്റി ഉള്ളത്. എന്ത് സോഷ്യലും എക്കണോമിക്കും എൻവയോൺമെന്റൽ ആയിട്ട് വെൽ ഇൻറ്റഗ്രേറ്റഡ് ആണോ എന്ന് നോക്കണ 6 പ്രിൻസിപ്പിൾ ആണ് ഉള്ളത്. A community or society that wants to pursue sustainability will try to. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാനുള്ള കമ്മ്യൂണിറ്റി എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തുക എന്നാണ്. മെയിൻറ്റെയിൻ റെസിഡൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. Quality of life has many components: income, education, healthcare, housing, employment and legal rights. So each locality must define and plan for the quality of life. അപ്പം ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്തൊക്കെയായിട്ടാണ് ബന്ധപ്പെടുന്നത്? അതായത് ഇൻകം, നല്ല ഇൻകം കിട്ടുന്നുണ്ടോ, അതേപോലെ നല്ല എഡ്യൂക്കേഷൻ ഉണ്ടോ, ദെൻ പ്രോപ്പർ ഹെൽത്ത് കെയർ, പിന്നെ ഹൗസിങ്, പിന്നെ നമുക്ക് എംപ്ലോയ്മെന്റ് ഉണ്ടോ, പിന്നെ ലീഗൽ റൈറ്റ്സ് ഉണ്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് വേ ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ സസ്റ്റൈനബിലിറ്റി കൊണ്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. And each locality must define and plan for the quality of life it wants and believe it can achieve for now and for future generation. അപ്പം ഇവർ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യും വേണം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ ജനറേഷനും ഇതേ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുമോ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടത്. ഫ്യൂച്ചർ ജനറേഷനും ഇതേപോലുള്ള ലൈഫ് കിട്ടണം, അങ്ങനത്തെ രീതിയിലായിരിക്കണം നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അതാണ് മെയിൻറ്റെയിൻ റെസിഡൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. പിന്നെ എൻഹാൻസ് ലോക്കൽ എക്കണോമിക് വിറ്റാലിറ്റി. എ വയബിൾ ലോക്കൽ എക്കോണമി ഈസ് എസെൻഷ്യൽ ടു സസ്റ്റൈനബിലിറ്റി. ഒരു നല്ല ലോക്കൽ എക്കോണമി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്. സോ ദിസ് ഇൻക്ലൂഡ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സഫിഷ്യൻറ്റ് ടാക്സ് ബേസ് ആൻഡ് റവന്യൂ ടു സപ്പോർട്ട് ദ ഗവൺമെൻറ് ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ് ആൻഡ് ദ സ്യൂട്ടബിൾ ബിസിനസ് ക്ലൈമറ്റ്. അപ്പോൾ ഒരു നേഷൻ്റെ എക്കോണമി വളരുന്നതിന് എന്തൊക്കെ വേണം? ജസ്റ്റ് ഒരു നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണം, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടാക്സ് ബേസ്, ഒരു തരം ഈ പീപ്പിൾ ഓഫ് ദ നേഷൻ കൊടുക്കേണ്ട ഒരു ടാക്സ് ബേസ് വേണം. അതേപോലെ റവന്യൂ സപ്പോർട്ട് വേണം ഗവൺമെൻറ്റിന്. ആൻഡ് പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസസ്, എല്ലാതരം നല്ല ഇൻഫ്രാസ്ട്രക്ചറും സർവീസസും വേണം. ആൻഡ് ഒരു നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു നേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിസിനസ് ക്ലൈമറ്റും വേണം. അങ്ങനെയാണ് നമുക്ക് ഒരു ലോക്കലായിട്ടുള്ള എക്കോണമി ഒരു നേഷൻ്റെ ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നത്. ദെൻ പ്രൊമോട്ട് സോഷ്യൽ ആൻഡ് ഇന്റർജനറേഷണൽ ഇക്വിറ്റി. അതായത് എ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റീസ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ ടു എവറി വൺ റിഗാർഡ്ലെസ് ഓഫ് എത്നിസിറ്റി, ഏജ്, ജെൻഡർ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, റിലീജിയൻ ഓർ അതർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ റിസോഴ്സസും ഒക്കെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഉണ്ടാവണം. അതായത് റിഗാർഡ്ലെസ് ഓഫ് ഏജോ ജെൻഡറോ, അതായത് ഓക്യുപ്പേഷനോ പുവറോ റിച്ചോ അല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാവണം ഈ ഒരു റിസോഴ്സസ് അവൈലബിൾ ചെയ്യണം. അങ്ങനെയാണ് ഈ സോഷ്യൽ ആൻഡ് ഇന്റർജനറേഷണൽ ഇക്വിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫർദർ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഡിപ്ലീറ്റ് ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് ഡിസ്ട്രോയ് നാച്ചുറൽ സിസ്റ്റം. അപ്പോൾ ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നാച്ചുറൽ റിസോഴ്സസ് ഡിപ്ലീറ്റ് ചെയ്യൂല, അതേപോലെ നാച്ചുറൽ സിസ്റ്റംസും ഡിപ്ലീറ്റ് ചെയ്യൂല. Then maintain the quality of the environment. A sustainable community tries to find way to coexist with the natural environment and ecosystem. അപ്പോൾ സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി നാച്ചുറൽ എൻവയോൺമെൻറ്റലായിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ
നിലനിർത്തും. അതായത് എക്കോസിസ്റ്റത്തിന് ബാലൻസ് ഒരേപോലെ നിൽക്കും. അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഒക്കെ ഒരേപോലെ നിർത്തിയിട്ട് ഒരു കോ എക്സിസ്റ്റൻസ്, ഹ്യൂമൻസും നേച്ചറും തമ്മിലുള്ള ഒരു കോ എക്സിസ്റ്റൻസ് ആണ് സസ്റ്റൈനബിലിറ്റി ഹെൽപ്പ് ചെയ്യുക. ആൻഡ് ഇറ്റ് അവോയ്ഡ്സ് unnecessary degradation of the air, oceans, fresh water and other natural system. അപ്പോൾ എയർ, ഫ്രഷ് വാട്ടർ, അങ്ങനെ വാട്ടർ പൊല്യൂഷൻ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഒരു സസ്റ്റൈനബിൾ ആയിട്ട് കമ്മ്യൂണിറ്റി ആണെങ്കിൽ. Then incorporate disaster resilience. Okay, Firoz. Okay. Incorporate disaster resilience and mitigation into its decision and actions. A community is resilient in the face of inevitable natural disasters like tornadoes, hurricanes, earthquakes, floods, and droughts if it takes steps to ensure that such events cause a little damage as possible. അപ്പോൾ ഈ ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഡിസാസ്റ്റർ എന്തെങ്കിലും വന്നാൽ നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക്, സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റിക്ക് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. അതാണ് ഇൻകോർപ്പറേറ്റ് ഡിസാസ്റ്റർ റെസിലിയൻസ് ആൻഡ് മിറ്റിഗേഷൻ ഇൻറ്റു ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരികയാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. സോ കമ്മ്യൂണിറ്റി ഈസ് റെസിലിയൻ ഇൻ ദ ഫേസ് ഓഫ് ഇന്നെവിറ്റബിൾ, അതായത് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. പിന്നെ യൂസ് എ കൺസെൻസ് ബിൽഡിംഗ് പാർട്ടിസിപ്പേറ്ററി പ്രോസസ് വെൻ മേക്കിംഗ് ഡിസിഷൻസ്. Participatory processes are vital to community sustainability. It encourages the identifications of concerns and issues, promotes the wide generation of ideas for dealing with those concerns, and help those involved find a way to reach an agreement about solutions. അപ്പോൾ ഈ ഹ്യൂമൻസിന്, പീപ്പിൾസിന് എല്ലാവർക്കും ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണം. എല്ലാ ഡിസിഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയണം. ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതേപോലെ എല്ലാ ജനറേഷണൽ ഐഡിയാസ്, ഓരോ ഹ്യൂമൻസിനും ഡിഫറെൻറ്റ് ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് പാർട്ടിസിപ്പേഷൻ കൂടുന്തോറും എല്ലാ ഐഡിയാസും എടുത്തിട്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ദിസ് പ്രൊമോട്ട്സ് ദ വൈഡ് ആദിത്യൻ മാം സ്ലൈഡ്സ് വാട്സപ്പിൽ കിട്ടും. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് സ്ലൈഡ്സ് അയക്കും. ഓക്കെ, പാർട്ടിസിപ്പേറ്ററി പ്രോസസ്. അപ്പം ഇറ്റ് എൻകറേജസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കൺസേൺസ് ആൻഡ് ഇഷ്യൂസ്, പ്രൊമോട്ട്സ് ദ വൈഡ് ജനറേഷൻ ഓഫ് ഐഡിയാസ് ഫോർ ഡീലിംഗ് വിത്ത് ദോസ് കൺസേൺസ്. അപ്പോൾ എന്തെങ്കിലും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും. അതാണ് ഈ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ക്ലിയർ ആയോ? സോഷ്യൽ സസ്റ്റൈനബിലിറ്റി ഓക്കെ ആണോ? ഓക്കെ. ദെൻ അടുത്തതാണ്, അപ്പോൾ സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കഴിഞ്ഞു. ഇനി എന്താണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി? Environmental sustainability aims to improve the quality of human life without putting unnecessary strain on the earth supporting ecosystem. അപ്പം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫ് ഇംപ്രൂവ് ചെയ്യണം, പക്ഷേ എർത്തിന് ഒരു ഡീഗ്രഡേഷനോ സംഭവിക്കാത്ത രീതിയിലായിരിക്കണം ഈ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ലിവിങ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്. It's about creating an equilibrium between consumerism, human culture and the living world. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുക, അതായത് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. കൺസ്യൂമറിസം കുറച്ച് രീതിയിൽ വേണം, ഹ്യൂമൻ കൾച്ചറും മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ ലിവിങ് വേൾഡിന് ഒരു പ്രശ്നങ്ങളും കൂടരുത്, പിന്നെ എൻവയോൺമെൻറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനത്തെ രീതിയിലായിരിക്കണം ഈ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവേണ്ടത്. ഹ്യൂമൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, പക്ഷേ എൻവയോൺമെൻറ്റിൽ ഒരു ചീത്ത ഇമ്പാക്റ്റോ നെഗറ്റീവ് ഇമ്പാക്റ്റോ ഉണ്ടാവരുത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ്റെനൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പം ഈ എർത്തിലുള്ള പല ബയോഡൈവേഴ്സിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. അതായത് അവരുടെ ഓരോ ജീൻസ് ഉണ്ടാവും, സ്പീഷീസ് ഉണ്ടാവും, എക്കോസിസ്റ്റം ഉണ്ടാവും. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവേണ്ടത്. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ, അതായത് എയർ, വാട്ടർ, സോയിൽസിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ദെൻ മെയിൻ്റെനൻസ് ഓഫ് ദി എനർജി ആൻഡ് മെറ്റീരിയൽ സൈക്കിൾസ് ഓഫ് ദി പ്ലാനറ്റ്. അപ്പം ഈ പ്ലാനറ്റിലുള്ള എല്ലാ എനർജിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ഹെൽത്ത് ആൻഡ് റെസിലിയൻസ് ഓഫ് ഓൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ എല്ലാ ഹ്യൂമൻസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും
ആനിമൽസിന് എല്ലാം ഹെൽത്തിനും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത് എൻവയോൺമെന്റ്. അതാണ് ഹെൽത്ത് ആൻഡ് റെസിലിയൻസ്. അപ്പോൾ ഈ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാമെന്നാണ് പറയുന്നത് അടുത്തത്. റെഡ്യൂസ് ഡിപ്പെൻഡൻസ് അപ്പോൺ ഫൈനൈറ്റ് വെർജിൻ റിസോഴ്സസ് ലൈക്ക് ഫോസിൽ ഫ്യൂവൽസ്, മിനറൽസ് ആൻഡ് മെറ്റൽസ്. മെയിനായിട്ട് ഈ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന് യൂസേജ് കുറയ്ക്കാം. നാച്ചുറലി വെർജിൻ ആയിട്ട് എടുക്കുന്നത് റിസോഴ്സസ് ആണ് ഫോസിൽ ഫ്യൂവൽസ്, മിനറൽസ്, മെറ്റൽസ്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് മാക്സിമം നമ്മൾ മിനിമൈസ് ചെയ്യാൻ നോക്കണം. Then nature must not be subjected to increased concentration of substances produced by society. This requires that consideration be given to the biodegradability of substances and the length of time it takes the earth to absorb them. അപ്പം നേച്ചർ എപ്പോഴും നമ്മളെ ഈ കൺസ്യൂമറിസം കൊണ്ട് തന്നെ കുറേ പ്രൊഡക്ട്സ് ഡീഗ്രേഡ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പം ഈ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ നോക്കേണ്ടത് നമ്മൾ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം യൂസ് ചെയ്യാൻ. എന്നിട്ട് അതിന് എത്ര ടൈം ആ എർത്ത് അബ്സോർബ് ചെയ്യാൻ എടുക്കും എന്ന് നോക്കണം. അല്ലെങ്കിൽ ഫുള്ളും പ്രശ്നത്തിലാവും എർത്തും എൻവയോൺമെൻറ്റും. അതാണ് ബയോഡീഗ്രേഡബിലിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസ് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ കഴിയണം. Then the physical basis for the productivity and biodiversity of nature must not be systematically degraded. This requires that we protect diverse and special habitat. അപ്പോൾ നമ്മൾ ഈ എർത്ത് അറ്റ്മോസ്ഫിയറിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്, അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയണം. ഈ പ്രൊഡക്ടിവിറ്റി കൂടുന്തോറും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം നമ്മളെ ഈ കൺസ്ട്രക്ഷനും മറ്റേ എക്കണോമിക് പ്രോസ്പെരിറ്റിയും ഒക്കെ അച്ചീവ് ചെയ്യേണ്ടത്. There must be efficient use and fair distribution of resources to enable humans to meet their needs. This requires a reduction in consumerism, especially among wealthy nations. അപ്പം കൂടുതലും റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും സാധനങ്ങൾ കൺസ്യൂം ചെയ്യുക. അപ്പം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കണം. എന്നാലേ നമുക്ക് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ വി ക്യാൻ പ്രൊട്ടക്ട് എക്കോസിസ്റ്റം. അപ്പോൾ എക്കോസിസ്റ്റം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. വി ക്യാൻ കണ്ടിന്യൂ ടു എൻജോയ് നേച്ചർ ആസ് ഇറ്റ് ഈസ്. നല്ല രീതിയിൽ നമുക്ക് നേച്ചർ എൻജോയ് ചെയ്യാൻ കഴിയും. ആൻഡ് വി ക്യാൻ പ്രൊട്ടക്ട് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേർഡ് സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആവാത്ത രീതിയിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. Then less pollution in the cities will result in better respiratory health for all. ഇപ്പോൾ ലെസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസീസസ് ഒക്കെ വരാനുള്ള ചാൻസ് കുറയും. അതായത് ബെറ്റർ റെസ്പിറേറ്ററി ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. ദെൻ ഇറ്റ് വുഡ് റിവേഴ്സ് ദ എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് റിവേഴ്സ് ചെയ്യാനും ഈ ഒരു എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ക്ലിയർ ആയോ? എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഓക്കെ. അപ്പോൾ എന്നാൽ അടുത്തത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കഴിഞ്ഞു, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി കഴിഞ്ഞു. ഇനിയാണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. Economic sustainability ensures that the industry or business is making a profit without creating much damage to the environment or ecology. അപ്പോൾ എക്കോണമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഡസ്ട്രീസൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ അത് എൻവയോൺമെൻറ്റിന് നല്ല നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അങ്ങനത്തെ ഒരു സസ്റ്റൈനബിലിറ്റിയാണ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. ബിസിനസ്സൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും വേണം, അതേപോലെ എൻവയോൺമെൻറ്റിൽ അതിന് യാതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാവാനും പാടില്ല. മച്ച് ഡാമേജ് ഒന്നും എൻവയോൺമെൻറ്റൽ എക്കോളജിക്ക് വരരുത്. ദെൻ എക്കണോമിക് ഗ്രോത്ത് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇന്നത്തേക്ക് ഇതുപോലെ ഒരു 5 മിനിറ്റ്സും കൂടി കഴിഞ്ഞിട്ട് 1 hour ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. Economic growth is expressed in terms of gross domestic product. അത് എക്കണോമിക് ഗ്രോത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളതാണ് ഒരു നേഷൻ്റെ GDP എന്ന് നമ്മൾ പറയുന്നത്. ദിസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ നേഷൻ. അപ്പോൾ ഇത് പറഞ്ഞാൽ ടോട്ടൽ എത്ര പ്രൊഡക്റ്റ് ഒരു നേഷനിൽ പ്രൊഡ്യൂസ് ചെയ്തു ഒരു ഇയറിൽ, അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ദെൻ എക്കണോമിക് ഗ്രോത്ത് ഹാസ് ടു ബി സസ്റ്റൈനബിൾ ഇഫ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ ഈ ഇക്കണോമിക് ഗ്രോത്ത് അതായത് GDP കൂടുന്തോറും അത് സസ്റ്റൈനബിളും ആയിരിക്കണം. ഹ്യൂമൻ ലിവിങ് കണ്ടീഷനും ഹെൽപ്പ് ചെയ്യണം, അതേപോലെ ആ എക്കണോമിനെ റൈസ് ചെയ്യാൻ, അതായത് ഒരു ലെവലിൽ നിന്ന് നല്ലൊരു ഹൈ ലെവൽ
റൈസിന് വേണ്ടിയിട്ടും എക്കോണമി ഹെൽപ്പ് ചെയ്യണം, അതേപോലെ എൻവയോൺമെൻറ്റിന് അത് ഡീഗ്രേഡ് ചെയ്യാനും പാടില്ല. ദസ് പോപ്പുലേഷൻ ഫാക്ടർ മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ടു എൻഷ്യൂർ ഫെയർ റിസോഴ്സ് കൺസപ്ഷൻ. അപ്പം പോപ്പുലേഷൻ ഫാക്ടർ നമ്മൾ ചില സ്ഥലത്ത് കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടാവും, അതേപോലെ ചില സ്ഥലത്ത് കുറവ് പോപ്പുലേഷൻ ആയിരിക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഫെയർ ആയിട്ടുള്ള റിസോഴ്സസ് ആണോ കിട്ടുന്നത് എന്ന് നമ്മൾ എൻഷ്യൂർ ചെയ്യണം, എന്നാലേ ഒരു എക്കണോമിക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. അഡീഷണലി economic sustainability also means that human communities across the globe are able to maintain their independence and have access to the resources that they require financial and other to meet their needs. അപ്പം ഹ്യൂമൻ അക്രോസ് ദ ഗ്ലോബ് എല്ലാവർക്കും നല്ല ഇൻഡിപെൻഡൻസും ഉണ്ടാവണം ആൻഡ് എല്ലാ റിസോഴ്സസും അവർക്ക് ഈക്വലി അവൈലബിൾ ആയിരിക്കണം. അതാണ് ഈ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ റിച്ച് പുവർ ഒരു ഇക്വാലിറ്റി, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരേപോലെ എല്ലാവർക്കും ഈ നാച്ചുറൽ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. അല്ലാതെ റിച്ചിൻ്റെ കയ്യിൽ മാത്രം കൂടുതൽ റിസോഴ്സസ്, പുവറിന് റിസോഴ്സസ് അവൈലബിൾ അല്ല എന്ന രീതിയിലാവരുത്. എന്നാലേ ഒരേപോലെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ മെട്രിക്സ് ഇത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും, അതെങ്ങനെയാണ് നോക്കാം. സോ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൺസേൺസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലൈഫിന് വേണ്ടിയിട്ടുള്ള, ഇത് ക്ലിയർ ആണോ ഈ സ്ലൈഡ്? സ്ലൈഡ് ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കൺസേൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വാട്ടർ, ഫുഡ്, എനർജി ഇതൊക്കെ നമ്മുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് ഒരു എക്കണോമിക് ഇഷ്യൂ ആയിട്ട് നോക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും നോക്കാം. അൺസസ്റ്റൈനബിൾ, ഓക്കെ ഒരു മിനിറ്റ്, ഓക്കെ അല്ലേ? ഓക്കെ, വാട്ടർ ഒരു എക്കണോമിക് ഇഷ്യൂ ആണെങ്കിൽ, അത് അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഹൈ കോസ്റ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ അതൊരു അൺസസ്റ്റൈനബിൾ ആണ്. കാരണം എല്ലാവർക്കും ആ വാട്ടർ വാങ്ങാനോ യൂസ് ചെയ്യാനോ പറ്റില്ല, അതിൻ്റെ ഹൈ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെ സസ്റ്റൈനബിൾ ആക്കാം? ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ അറ്റ് ലോ കോസ്റ്റ്, എല്ലാവർക്കും ഒരേപോലെ ലോ കോസ്റ്റിലായിരിക്കണം ആ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതാണ് ഒരു എക്കണോമിക് ഇഷ്യൂ അൺസസ്റ്റൈനബിൾ നിന്ന് സസ്റ്റൈനബിൾ ആക്കാൻ പറ്റുക. അതുപോലെ വാട്ടർ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് കാണുകയാണെങ്കിൽ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതി പറഞ്ഞാൽ ആക്സസ് ടു ഡ്രിങ്കിങ് വാട്ടർ ഡിനൈ ടു വീക്കർ സെക്ഷന് ഈ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ അല്ല എന്നാണെങ്കിൽ അതിന് അൺസസ്റ്റൈനബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഡ്രിങ്കിങ് വാട്ടർ എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ സസ്റ്റൈനബിലിറ്റി. അത് അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ ടു ഓൾ സെക്ഷൻസ്, അങ്ങനെയാണ് അത് സസ്റ്റൈനബിൾ ആക്കുന്നത്. ദെൻ ഇതൊരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആക്കുകയാണെങ്കിൽ ഹൈ ലെവൽ ഓഫ് പൊല്യൂഷൻ ഇൻ ലേക്സ് ആൻഡ് റിവേഴ്സ്. അപ്പോൾ അത് സസ്റ്റൈനബിൾ ആക്കുക. ഇപ്പോൾ റിവേഴ്സിലും ലേക്സിലും ഹൈ ലെവൽ ഓഫ് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസേർവിങ് ഓഫ് എക്സിസ്റ്റിംഗ് ഫ്രഷ് വാട്ടർ ബോഡീസ്, അതെങ്ങനെ സസ്റ്റൈനബിൾ ആക്കാം? ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡീസ് നമ്മൾ കൺസേർവ് ചെയ്യണം. അതാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആയിട്ട്, വാട്ടർ ഒരു എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആയിട്ട് എടുത്താലുള്ള രീതി. ഇനി അടുത്തതാണ് ഫുഡ് ഒരു എക്കണോമിക് ഇഷ്യൂ ആണെങ്കിൽ, അതായത് ഹൈ കോസ്റ്റ് ഓഫ് ഫുഡ് ആൻഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാമിംഗ്, ഫുഡിൻ്റെ കോസ്റ്റ് കൂടുക, അതേപോലെ ഫെർട്ടിലൈസേഴ്സും ഇൻസെക്ടിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുഡിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ അതൊരു എക്കണോമിക് ഇഷ്യൂ ആവും, അതൊരു അൺസസ്റ്റൈനബിളും അല്ല. സസ്റ്റൈനബിൾ എങ്ങനെയാക്കാമെന്ന് വെച്ചാൽ ഗുഡ് ഫുഡ് അവൈലബിൾ അറ്റ് ലോ കോസ്റ്റ്, ഒരു എല്ലാവർക്കും ഒരേപോലെ നല്ല ഗുഡ് ഫുഡ് അവൈലബിൾ ആണ് ലോ കോസ്റ്റിൽ, അതാണ് സസ്റ്റൈനബിലിറ്റി. ദെൻ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫുഡ്, ദെൻ ആക്സസ് ടു ഗുഡ് ഫുഡ് ഡിനൈഡ് ടു വീക്കർ സെക്ഷൻ, ചില നല്ല ഫുഡ് വീക്കർ സെക്ഷൻ അതായത് പുവർ പീപ്പിളിന് കൊടുക്കില്ലെങ്കിൽ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. ആൻഡ് അത് സസ്റ്റൈനബിൾ എങ്ങനെയാക്കാം? അഡിക്വേറ്റ് ആക്സസ് ടു എ ഗുഡ് ഫുഡ് ടു ഓൾ സെക്ഷൻ, എല്ലാവർക്കും ഗുഡ് ഫുഡ് ആക്സസ് ആക്കുക. ദെൻ ഫുഡിൽ വരുന്നത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആവുന്നത് ഈ ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, പൊല്യൂട്ട് ദ എൻവയോൺമെൻറ്റ്, ഡീഫോറസ്റ്റേഷൻ, കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ടു ഫാംസ്. അപ്പം ഈ ഓവർ യൂസ് ഓഫ് ഈ ഫുഡ് അഗ്രികൾച്ചറിൽ നമ്മൾ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസറും ഓവർ യൂസ് ചെയ്യും. ഇത് എൻവയോൺമെൻറ്റിൽ നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതായത് വാട്ടർ പൊല്യൂഷൻ, എല്ലാതരം എയർ പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കും. ആൻഡ് ഡീഫോറസ്റ്റേഷൻ, കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ലാൻഡ് ടു ഫാംസ്,
അപ്പോൾ ഈ ഫോറസ്റ്റ് ഒക്കെ ഫാംസ് ആക്കുന്നതോടെ തന്നെ ഈ ഡീഫോറസ്റ്റേഷൻ വരും, അതായത് ട്രീസ് കുറേ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇതൊരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആയി മാറും. അതെങ്ങനെ സസ്റ്റൈനബിൾ ആക്കാന്ന് വെച്ചാൽ ഫുഡ് ഈസ് ഓഫ് ന്യൂട്രീഷ്യസ് ക്വാളിറ്റി ആൻഡ് റിലേറ്റഡ് ഡിസീസസ് ആർ ലോവേഡ്. നല്ല രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കുക, പിന്നെ ന്യൂട്രീഷ്യസ് ക്വാളിറ്റി ഉള്ള ഫുഡ് ഉണ്ടാക്കുക, പിന്നെ ഈ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും മിനിമം യൂസ് ചെയ്തിട്ടുള്ള ഡിസീസസ് അങ്ങനെ പകരാത്ത രീതിയിലായിരിക്കണം ഈ ഫുഡ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഈ എക്കണോമിക് സോഷ്യൽ എൻവയോൺമെന്റൽ മാട്രിക്സ്. പിന്നെ എനർജി എങ്ങനെ എക്കണോമിക് ഇഷ്യൂ ആവുമെന്ന് വെച്ചാൽ ഹൈ കോസ്റ്റ് ആൻഡ് ഇന്റർമിറ്റൻറ്റ് പവർ സപ്ലൈ, നല്ല കോസ്റ്റ് ഉള്ള എപ്പോഴും ഇല്ലാത്ത രീതിയിലുള്ള പവർ സപ്ലൈ. പക്ഷേ സസ്റ്റൈനബിൾ ആക്കുക, ഒരു നേഷൻ അതെങ്ങനെ സസ്റ്റൈനബിൾ ആക്കുക പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അവൈലബിൾ അറ്റ് ലോ കോസ്റ്റ്, ഇലക്ട്രിസിറ്റി എല്ലാവർക്കും ലോ കോസ്റ്റിൽ അവൈലബിൾ ആക്കണം, എന്നാലേ അതൊരു എക്കണോമിക് ഇഷ്യൂവിന് ഹെൽപ്പ് ചെയ്യുള്ളൂ. ദെൻ അതൊരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിൽ ഓവർ യൂസ് ഓഫ് എനർജി ബൈ ദ റിച്ച് സൊസൈറ്റി ആൻഡ് ഇൻഅഡിക്വേറ്റ് എനർജി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എനർജി കൂടുതലും റിച്ച് ആൾക്കാർ മാത്രം യൂസ് ചെയ്യുക, അതായത് പുവറിന് അവൈലബിൾ അല്ലെങ്കിൽ അതൊരു സോഷ്യൽ ഇഷ്യൂ ആവും. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാണെങ്കിൽ അതിൽ എഡ്യൂക്കേറ്റ് എനർജി അവൈലബിൾ ടു ഓൾ സെക്ഷൻ, എല്ലാവർക്കും എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള എനർജി, പുവർ റിച്ച് ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ എനർജി പ്രൊവൈഡ് ചെയ്യണം. ദെൻ എൻവയോൺമെന്റൽ ഇഷ്യൂ പറഞ്ഞാൽ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് പൊല്യൂഷൻ. അപ്പോൾ ഫോസിൽ ഫ്യൂവൽ ഓവർ യൂസ് ചെയ്യുമ്പോൾ അതൊരു എൻവയോൺമെന്റൽ ഇഷ്യൂ ആവും. കാരണം ഫോസിൽ ഫ്യൂവലൊക്കെ നമ്മൾ എർത്തിൽ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ, അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ ഇതൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. സോ യൂസ് ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ് പറഞ്ഞാൽ നാച്ചുറലിൽ അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന ഐറ്റംസ്, അതായത് സോളാർ എനർജി, അതായത് നമ്മളെ സൺ കൊണ്ട് ഉണ്ടാക്കുന്ന എനർജി, പിന്നെ വിൻഡ് എനർജി, പിന്നെ ബയോമാസ്, ഇതൊക്കെയാണ് റിന്യൂവബിൾ റിസോഴ്സസ്. ഇങ്ങനെയാണെങ്കിൽ അത് സസ്റ്റൈനബിൾ ആക്കാം, എനർജി സസ്റ്റൈനബിൾ ആക്കാം. ഓക്കെ, അപ്പോൾ എക്കണോമിക് സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ മെട്രിക്സ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ എർത്തിന് പ്രശ്നങ്ങൾ വരാത്ത രീതിയിൽ ഓരോ ഡെവലപ്മെന്റും നടത്തുക എന്ന് തന്നെയാണ്, സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഓരോ ഡെവലപ്മെന്റും നമ്മൾ ഇപ്പോഴത്തെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യണം, അതേപോലെ ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സിനും നമ്മൾ വെക്കണം. So the concept of sustainable development has received much recognition after the Stockholm Declaration in the year 1972. Sustainable development is the development that meets the need of the present without compromising the ability to future generation to meet their own needs. അപ്പം ഇപ്പോഴത്തെ നീഡ്സും സാറ്റിസ്ഫൈ ആവണം, പിന്നെ ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ്സിന് ഒരു കോംപ്രമൈസും വരാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ഓരോ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാം, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ 3 പില്ലേഴ്സും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റി, എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോണമി ആണ്. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഫോളോയിങ് ഫീച്ചേഴ്സ് ഉണ്ടാവണം. സാറ്റിസ്ഫൈയിങ് ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം ആ ഒരു ഡെവലപ്മെൻറ്റ്. പിന്നെ ഫേവറിങ് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് നല്ലൊരു ലിവിങ് കണ്ടീഷന് ഹ്യൂമൻസിന് കൊടുക്കാൻ പറ്റണം. ദെൻ ഷെയറിങ് റിസോഴ്സസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, അപ്പോൾ റിച്ചിനും പുവറും ഒരേപോലെ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം. ദെൻ ആക്ടിങ് വിത്ത് കൺസേൺ ഫോർ ഫ്യൂച്ചർ ജനറേഷൻ, അതായത് ഫ്യൂച്ചർ ജനറേഷന് വേണം എന്നുള്ളത് എപ്പോഴും മൈൻഡിൽ വെക്കണം. ദെൻ ലുക്കിംഗ് അറ്റ് ദ ക്രാഡിൽ ടു ഗ്രേവ് ഇമ്പാക്ട് വെൻ കൺസ്യൂമിങ്. ക്രാഡിൽ ടു ഗ്രേവ് ഇമ്പാക്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ റോ മെറ്റീരിയൽസ് മുതൽ അതിൻ്റെ പ്രൊഡക്ഷന്, അതിൻ്റെ യൂസ്, പിന്നെ അതിൻ്റെ വേസ്റ്റ്, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതെങ്ങനെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നുള്ളൂ എന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഇതെങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ള നാച്ചുറൽ റിസോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ എന്നുള്ള രീതിയിൽ നമ്മളത് നോക്കണം, എന്നിട്ടാണോ നമ്മളത് കൺസ്യൂം ചെയ്യാൻ. അപ്പോൾ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ മിനിമൈസിങ് റിസോഴ്സ് യൂസ്, വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. അപ്പം റിസോഴ്സിൻ്റെ യൂസ് മിനിമൈസ് ചെയ്യുക, വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേണ്ടിയുള്ള ഫീച്ചേഴ്സ്. സോ മെഷേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, 5:40 ആയി. ഓക്കെ, അപ്പോൾ ഇനി ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ടോപ്പിക്കിൽ ഇതുവരെ എടുത്തത്? പിന്നെ അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വരെയുള്ളതിൽ ഡൗട്ട് ഉണ്ടോ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്ലിയർ അല്ലേ? ഓക്കെ 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 താങ്ക് യു സ്റ്റുഡൻസ്. എന്നാലും ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ താങ്ക് യു.